എൻ്റെ അമ്മോ! ഭയങ്കര ചൂടാട്ടോ. ഒരു രക്ഷയില്ല. വടക്കുന്നാഥനും തിരുവമ്പാടിയും പാറമേക്കാവും എല്ലാം തൊഴുത് നേരെ റൂമിൽ വന്ന് എ സി ഇട്ട് കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴി പെട്ടെന്ന് മൈൻഡ് ഇങ്ങനെ പറഞ്ഞു, ആനക്കോട്ടയും കൂടെ ഒന്ന് പോയി കണ്ടാലോ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചൂടെന്ന് പറഞ്ഞ് റൂമിലോ വീട്ടിലോ ഇരുന്ന് അവിടെ ഇരിക്കുകയുള്ളൂ. ബട്ട് വൺസ് വി സ്റ്റാർട്ട് അവർ ഡേ ആ ഫ്ലോയിൽ അങ്ങനെ പോകും. നമ്മൾ ചില കാര്യങ്ങൾ മിസ് ചെയ്യുകയുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നല്ല ഒരു കാര്യം മിസ് ചെയ്തേനെന്ന് എനിക്ക് തോന്നി. ആനക്കോട്ടയിൽ എത്തിയപ്പോഴല്ലേ വിവിധ തരത്തിലുള്ള ആനകൾ, വിവിധ തരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിവിധ ഏജസിലുള്ള ആനകളാട്ടോ. അപ്പോൾ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാനിവിടെ പോയത്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു നല്ല വെയിലൊക്കെ ആയിരിക്കും, തണലൊന്നും ഉണ്ടാവില്ല, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഫുള്ളും കോക്കനട്ട് ഗ്രോ ആണ്. ഇവിടെ എല്ലാം നമ്മുടെ തെങ്ങും തോപ്പാണത്. കൂടാതെ മറ്റ് മരങ്ങളും എല്ലാം ഒരുപാടുണ്ട്. ഇവിടെ ചില ആനകൾക്കൊക്കെ ഭയങ്കര ദേഷ്യമാട്ടോ. എനിക്ക് എന്താ കാര്യമെന്നൊന്നും അറിയില്ല. അവരെ ട്രീറ്റ് ചെയ്യുന്ന വിധമാണോ എന്തോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഫീഡ്ബാക്കിൽ നോക്കിയപ്പോൾ കുറച്ച് ഫോറിനേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഇവരെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത്. ഈ ആനയുടെ ദേഷ്യം ഇപ്പം കണ്ടോളൂ കേട്ടോ. ഭയങ്കര കോപക്കാരനാണ്. കണ്ടോ, ഭയങ്കര കോപക്കാരനാണെന്നാണ് എനിക്ക് തോന്നിയത്. പാപ്പാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വെള്ളം കുളിപ്പിക്കുകയായിരുന്നു. എൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തോ ദേഷ്യപ്പെടുന്ന പോലെ കണ്ടപ്പോഴത്തേക്കും ആനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതാണ് ആ പട്ടയെടുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടഞ്ഞെറിഞ്ഞത്. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഓഫ് എലിഫൻസ് ഇവിടെ കാണാം. ഇവിടെ ഒരാൾ കുളിയോട് കുളിയാണ്, നിന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോഴും കുളിയോട് കുളി. ഈ ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എലിഫൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 35 എലിഫൻസ് ഇവിടെയുണ്ട്. ആദ്യമേക്ക് 85 മുതൽ കൊണ്ട് 100 വരെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ മരണപ്പെട്ടു പോയി എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇങ്ങനെ കുറച്ച് എലിഫൻസിനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എവിടെ നോക്കിയാലും ആനകളാട്ടോ. എവിടെ തിരിഞ്ഞ് നോക്കിയാലും ആനകളാണ്. നമ്മുടെ കൺമുമ്പിലില്ലാതെ അപ്പുറത്തെ സൈഡിലൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ആനപ്പാപ്പാൻ്റെ കുളിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും മണൽ വാരി എറിയുന്നതുമായ കുറേ ആനകൾ. ഇത് കണ്ടോ, ഈ ഒരു പോസ് റിപ്പീറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ ആ പോസിലല്ലാതെ വേറെ പല പോസുകളിലും വെള്ളം ചീറ്റുന്നുണ്ടായിരുന്നു. ആ തുമ്പിക്കൈയിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കപ്പാസിറ്റി ആയിരിക്കും അല്ലേ ആ ഒരു തുമ്പിക്കൈയിൽ. അപ്പോൾ ഈ ആനകളൊക്കെ നമ്മളിവിടെ നേരിട്ട് ചമയങ്ങളില്ലാതെയാണ് കാണുന്നത്. നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് നെറ്റിപ്പൊട്ടം ഇട്ടിട്ടും അല്ലെങ്കിൽ തിടമ്പേറ്റിയിട്ടൊക്കെ ഒരുപാട് ആനകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ചമയങ്ങളൊന്നുമില്ലാതെ അവരുടെ ഡെയിലി ലൈഫ്, അതായത് ആന പറയുന്ന മാതിരി എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന മാതിരിയാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആനകളെയും ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു ആന ഇത് എനിക്ക് നല്ല ഒരു ഹെവി ആയിട്ട് തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും ഏജ് കണ്ടാലൊന്നും അങ്ങനെ അറിയില്ല. അതുപോലെ ജെൻഡറൊന്നും അങ്ങനെയൊന്നും മനസ്സിലാവില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. ചിലവർക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഏജും ജെൻഡർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ ചിലവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും. എനിക്ക് അങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ അറിയില്ല. കാണുക, ആസ്വദിക്കുക, സ്നേഹിക്കുക, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. അടുത്തേക്കൊന്നും അങ്ങനെ പോകാനോ സോഷ്യലൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവിടെയൊക്കെ അവർ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്നിങ്ങനെ വീഡിയോ എടുക്കാം, നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാക്കിയൊക്കെ പറയാം. പേടിയില്ലാത്തവർക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ടൂറിസ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കാണാൻ. ബഗ്ഗി അവിടെ അവൈലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അന്നത്തെ ദിവസം ബഗ്ഗിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അവർ ചിലപ്പോൾ മേ ബി കുറച്ച് ആൾക്കാരുടെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ടായിരിക്കും ബഗ്ഗി തന്നു വിടുന്നത്. അത് അവർ സ്റ്റോപ്പ് ആക്കിയതൊന്നും എനിക്കറിയില്ല. ഈ ആനേനെ കണ്ടോ, ഈ ആനയും നല്ലൊരു എനിക്ക് ഏജ് ലുക്ക് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതൊന്നും എനിക്കറിയില്ല. ചിലത് നമുക്ക് അടുത്ത ആളുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ സെക്യൂരിറ്റീസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചോദിച്ചാലൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു തരും. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ടൊക്കെ പറഞ്ഞു തരും. നല്ല കോപ്പറേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ. ഇതിനെനിക്ക് നല്ല ഹൈറ്റായിട്ട് തോന്നി, നല്ല ഭംഗിയും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് നെറ്റിപ്പട്ടൊക്കെ വെച്ച് തിടുമ്പോൾ കയറ്റി വരുമ്പോൾ എന്തൊരു ഗമയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ മിക്ക ആനകളും കുളിയോടുകൂടിയാട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്കൊന്നും ചൂടും ഉണ്ടായിരിക്കും. പക്ഷേ ചിലവർക്ക് കുളിയൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ മണൽ വാരി ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ നമുക്ക് ബീച്ച് സൈഡോ അല്ലെങ്കിൽ പൂങ്കാവനോ മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും നന്നായിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ആനക്കോട്ടയിൽ വരുന്നതും കാണുന്നതും ഒക്കെ ഇത്രയും ആനകളെ ഒരുമിച്ച് കാണുന്നത്. ആനപ്രേമികൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ സ്ഥലം. ഞാൻ മിസ്സാവാതിരുന്നത് വളരെ നന്നായി എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് താങ്ക്സ് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോയേനെ. അത്രയും നന്നായിട്ടാണ് ഞാനിവിടെ ഓരോ ആനകളെ നോക്കി നോക്കി എൻജോയ് ചെയ്തതും മനസ്സുകൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതൊക്കെ. വളരെ സന്തോഷമായിട്ടുണ്ട്. ഇത് ഏകദേശം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ വരുള്ളൂ കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എന്തെങ്കിലും പിടിച്ചിട്ടൊക്കെ വരാൻ നടക്കാൻ പറ്റില്ല. പിന്നെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ എനിക്ക് തോന്നുന്നത് പെർ ഹെഡ് 30 റുപ്പീസ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇതിനകത്ത് 10-11 ഏക്കറോളം സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഈ ഇത്രയും ആനകളെ അവർ പാർപ്പിച്ചിരിക്കുന്നതും ആനയുടെ ദൈനം ദിനചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഡെയിലി എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാം നമുക്ക്
കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിനകത്ത് നല്ല സുഖമായി നടന്ന് ആനകളെല്ലാം കണ്ട് ആസ്വദിക്കാം. ഉള്ളിൽ ഒരു മനയുണ്ട് എന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ആ മന ഇപ്പോൾ ഓപ്പണായിട്ട് കാണിക്കാനായിട്ട് ഓപ്പണായിട്ട് കൊടുക്കുന്നുണ്ടോ കാണികൾക്കായിട്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഒരു മനയുണ്ടായിരുന്നു എന്നുള്ളത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതും കൂടെ കവർ ചെയ്തേനെ. എനിവേ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേ ബി ഇതാണോ ഇനി ആ മന്ന എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് പ്രോപ്പറായിട്ട് എടുക്കുമായിരുന്നു. പിന്നീട് അറിഞ്ഞുകൊണ്ടാണ് അതാണെന്ന് തോന്നുന്നു. ഇനിയും നമുക്ക് ആനകൾ തീർന്നിട്ടില്ല, ഇനിയും കണ്ട് ആസ്വദിച്ച് പോകാം. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ആനക്കുട്ടൻ്റെ ഒരു ഡാൻസ്. ഈ ഒരു ഡാൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് തകർത്താടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അത് നിൽക്കുന്നേ ഇല്ല. ഒരുപാട് പേര് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റോപ്പില്ലാതെ ഇങ്ങനെ ഡാൻസ് ആടിക്കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ പത്മസുബ്രഹ്മണ്യത്തിൻ്റെ നെക്സ്റ്റ് ബർത്ത് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ശരി, എന്തൊരു ഭംഗിയായി ഇത് കണ്ട്. ഇവിടെ തന്നെ ഞാനൊരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. കുട്ടികളെ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിക്കും ആസ്വദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജുറാസിക് പാർക്കും അതും ഇതും ഒക്കെ ഇങ്ങനെ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള നമ്മുടെ ആനക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഡൈനോസർ മാത്രമല്ല, ഇവിടെ ഇത്രയും ചന്തമുള്ളവർ വേറൊരു അനിമൽ ഇല്ല എന്നുള്ളതും കൂടെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ നേരിട്ട് കൊണ്ടുവന്നിട്ട് ഡൈനോസറും ജുറാസിക് പാർക്കും മാത്രം കണ്ടിട്ടുള്ള കുട്ടികൾക്ക് ഇതെല്ലാം കൗതുകമായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ചു കൊണ്ട് പോവുകയാണ്. ആനയുടെ ഡാൻസ് തീരുന്നേയില്ല. എനിക്കിപ്പോൾ എന്തൊരു സന്തോഷം എക്സൈറ്റ്മെൻറ്റാണെന്നറിയാമോ. നമ്മളൊക്കെ അവിടെ നിന്ന് എത്ര വീഡിയോ എടുത്തിട്ട് ഒരു മടിയുമില്ല കേട്ടോ. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നതേ ആനയ്ക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അടുത്ത ആന ഇവിടെ പോസ് ചെയ്തിട്ട് തകർക്കുന്നുണ്ട്. ഇതൊരു പോസിങ് എലിഫൻ്റാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഒരു ആംഗ്രി എലിഫൻറ്റ്, പിന്നെ ഡാൻസിങ് എലിഫൻറ്റ്. ഇവിടെ ഒരാൾ പോസിങ് എലിഫൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ പോസ് ചെയ്ത് തകർക്കുന്നുണ്ട്. തുമ്പിക്കൈ കൊണ്ട് പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഓരോ ആനക്കൊമ്പിലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തകർക്കുകയായിരുന്നു. ഇവരൊക്കെ നമ്മളൊക്കെ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലേ, നമ്മളെയൊക്കെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ഭാഗത്തിൽ നിന്നും അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നുണ്ടാവുക എന്നുള്ള എന്തായാലും ശരി, അവർക്ക് നമ്മളെ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു പുഴു പോലെയൊക്കെ ആയിരിക്കും അവർ നമ്മളെ കാണുന്നത് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ അടുത്ത ഒരു ആനക്കുട്ടൻ ഭയങ്കര കുളിയാണ്. ഈ ആനക്കുട്ടനെയാണ് ഞാൻ പോകുന്ന വഴി കണ്ടത്. ആദ്യമേ ഞാൻ കണ്ടു, ഭയങ്കര കുളിയായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ ഞാൻ സെക്കൻഡ് മുതൽ കൊണ്ടാണ് കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഈ ആനപ്പാപ്പന്മാർക്കൊക്കെ എന്തൊരു ജോലിയല്ലേ. ഒരു ചെറിയ കുട്ടിയെ കുളിപ്പിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി ഫീഡ് ചെയ്തും കുളിപ്പിച്ചും അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ അവരുടെ ലൈഫ് അങ്ങനെ അതൊരു ഡിഫറെൻറ്റ് ലൈഫ് തന്നെയാണ്. എന്തായാലും നന്നായി നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചീത്ത പറയുന്നുണ്ടാവും, വഴക്ക് പറയുന്നുണ്ടാവും, അടിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാകും. പക്ഷേ ചിലവർ ഇതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫീഡ്ബാക്കിൽ. സോഷ്യലൈസ് ചെയ്യാൻ വിടുന്നില്ല, അവരെയൊക്കെ ചെയിനിലിട്ടിരിക്കുന്നു, അതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മൃഗങ്ങളുടെ ബുദ്ധി എപ്പോൾ തിരികെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഏതെങ്കിലും ഒരു ബുദ്ധി തോന്നിയിട്ട് അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയിൻ ഇല്ലാതെ അവരെ അഴിച്ചുവിടാനുള്ള ഒരു കോൺഫിഡൻസ് ഇതുവരെ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇതിലൊന്നും തെറ്റില്ല. ഉപദ്രവിക്കാതിരിക്കുക, നേരെ വേണം ഫുഡ് കൊടുക്കുക, ഇത്ര മാത്രം മതി ആനയ്ക്ക് വേണ്ട കെയർ അല്ലേ. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇനി ഞാൻ റൂമിൽ പോയിട്ട് ഉറങ്ങട്ടെ കേട്ടോ, അത്ര ചൂടുണ്ട് പുറത്ത്.